ഇതൊക്കെ സിമ്പിൾ പരിപാടിയല്ലേ. എന്തമ്മ നിന്റെ അടുത്ത് ആരാടാ ഫാന് തുറക്കാൻ പറഞ്ഞു? ഞാൻ അവിടെ അടുത്ത് പറഞ്ഞതല്ലേ. ഇതായിരുന്ന കാര്യം. അത് മര്യാദയ്ക്ക് അങ്ങ് ചോദിച്ചാ പോരെ. മനുഷ്യനെ പേടിപ്പിക്കാൻ. ചേറ് മര്യാദയ്ക്ക് പിടിക്കാന്നല്ലേ പറഞ്ഞത്? സോറി, അമ്മ പെട്ടെന്ന് വിളിച്ചപ്പോൾ. ഈ ചെറിയ ഫാന് തുറക്കാൻ നിനക്ക് അസിസ്റ്റന്റ് വേണോ? അടുത്ത ആഴ്ച ചെറുക്കൻ്റെ കല്യാണമാണ്. വാക്കില്ലാതെ വല്ലതും വീട് പോയാൽ നീ സമാധാനം പറയൂ? അമ്മ അത് പിന്നെ അല്ലമ്മ, ചേട്ടത്തേക്ക് ടെസ്റ്റ് അറേഞ്ച് അതുപോലെ ഇതിന്റെ മണ്ടയിലൊക്കെ വലിക്ക് കയറാൻ പറ്റുമോ? അതുകൊണ്ട് ഞാൻ ഹെൽപ്പ് ചെയ്തില്ലേ. അയ്യോ, മോനെ ഹെൽപ്പ് ചെയ്താണോ? 10-30 കൊല്ലമായിട്ട് ഞാൻ പണിയെടുത്തപ്പോൾ ഒരുത്തനെ ഹെൽപ്പിന് കണ്ടില്ലല്ലേ. ഞാനേ അവൾക്ക് പണി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൾ ചെയ്തോളും കേട്ടാ. നീ ഇടയിൽ കയറി ഹെൽപ്പ് വേണ്ട, മനസ്സിലായ? ഇനി എൻ്റെ ഭാര്യയുടെ അവസ്ഥ എന്താവും? ഇന്ന് മൊത്തം ഈ ഫാന് തുടയ്ക്കാനല്ലേ പറഞ്ഞേ. വേഗം തീർത്തൊരു സാധനം വാങ്ങിക്കാൻ പോ. ഇന്ന് വൈകുന്നേരമേ ചിലപ്പോൾ ഗസ്റ്റൊക്കെ വരും. അങ്ങനെ എൻ്റെ ചേട്ടത്തിക്ക് ഇന്നത്തേക്കുള്ളതായി. ഈ പാവത്തെ കൊണ്ടുള്ള എല്ലാ പണിയും എടുപ്പിക്കുന്നതാണ് എൻ്റെ അമ്മയുടെ മെയിൻ ഹോബി. ആ റിമോട്ട് എടുത്ത് TV കാണിച്ച്. ഇനി എന്തെങ്കിലും വേണോ അമ്മ? കാലിന് നല്ല വേദന. രണ്ടാമത്തെ മരുമകളും വന്നതിന് ശേഷം 2 പേരെയും 2 സൈഡിലിരുത്തി കാല് പിടിപ്പിക്കണം. തടവും കണ്ടല്ലോ. എൻ്റെ അമ്മയുടെ ജീവിതാഭിലാഷം തന്നെ മരുമക്കളെ കൊണ്ട് എല്ലാ പണിയും എടുപ്പിച്ചിട്ട് ഇങ്ങനെ സുഖിച്ച് ജീവിക്കാനാണ്. കൺഗ്രാറ്റ്സ് ആയിരുന്നു. പിന്നെ ഇവിടുത്തെ ഈ പണിയുടെ ഇടയിൽ കൂടെ ആ കമ്പനിയുടെ ഇൻ്റർവ്യൂ ഒക്കെ എങ്ങനെ ക്രാക്കിയതെന്ന് ചേട്ടത്തിയെ സമ്മതിക്കണം കേട്ടോ. ഞാനൊക്കെ ആണെങ്കിൽ അതിനുവേണ്ടി ട്രൈ ചെയ്ത് ഇവരെ കിട്ടിയിട്ട് പോലുമില്ല. എന്നാ ജോയിൻ ഡേറ്റ്? നെക്സ്റ്റ് വീക്ക്. ഇവർക്ക് ജോലി കിട്ടിയോ? അപ്പോൾ ഇവിടുത്തെ പണി? അല്ല, നിങ്ങൾ ആര് ജോലിക്ക് പോണ കാര്യമാണ് പറയണ? അമ്മ, എനിക്ക് ടെക്നോ പാർക്കിലൊരു ജോലി കിട്ടി. നെക്സ്റ്റ് വീക്ക് ജോയിൻ ചെയ്യണം. അടുത്ത ആഴ്ച അവൻ്റെ കല്യാണം വെച്ചിട്ട് നീ ജോലിക്ക് പോകാൻ പോണാ? ഇവിടെ തന്നെ 100 കൂട്ടം പണി കിടക്കണ്. അമ്മ, അത് കല്യാണത്തിൻ്റെ അന്നൊന്നും അല്ലേ, 3-4 ദിവസം കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്താൽ മതി. നിന്റെ അടുത്ത് ആരെങ്കിലും ചോദിച്ചാ? അമ്മ, വീട്ടു ജോലിയുടെ കാര്യം ആലോചിച്ചാണെങ്കിൽ അമ്മ പേടിക്കണ്ട. എനിക്ക് നൈറ്റ് ഷിഫ്റ്റാ. ബെസ്റ്റ്. നൈറ്റ് ഷിഫ്റ്റ് ആണെങ്കിൽ നീ പോവേ വേണ്ട. അവൻ ദുബായി കിടക്കുമ്പോൾ നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കല്ലേ. അമ്മ അത് ഇനി അതിനെ പറ്റിയുള്ള സംസാരമൊന്നും വേണ്ട. ഒന്നാമതേ ഇവിടുത്തെ കാര്യം നോക്കാൻ തന്നെ നിനക്ക് സമയമില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ഉറക്കവും കളഞ്ഞ് നീ ജോലിക്ക് പോയാൽ നിന്റെ ആരോഗ്യം നോക്കണ്ടേ? അമ്മ ഇത് എന്തിറങ്ങിയിട്ടാണ് ഈ പറയണത്? ഏട്ടത്തേക്ക് ജോലി ഇട്ടിരിക്കണത് വലിയൊരു കമ്പനിയിലാണ്. എനിക്കറിയാം കുടുംബത്തിന് ഏതാണ് നല്ലതെന്ന്. അല്ല, നിന്റെ ഭാര്യയും പറയോ ജോലിക്ക് പോകണമെന്ന്? അവൾക്ക് ഈ ജോലിക്ക് പോകാൻ താല്പര്യമൊന്നുമില്ല. അവളുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ ഹൗസ് വൈഫായിട്ട് വീടൊക്കെ നോക്കി അമ്മയൊക്കെ സഹായിച്ച് ഇവിടെ തന്നെ ഇരിക്കാന്നുള്ളത്. ചിരി കണ്ടില്ലേ പാവം അമ്മ. ഇനി എന്താവോ എന്തോ. നിക്ക് ഈ എൻ്റെ എഡിറ്റർ ഏട്ടാ കുറച്ചുകൂടെ ബിൽഡപ്പ് കൊടുക്ക്. അച്ഛൻ മേടിച്ചെന്താ?
മോളെ വീടൊക്കെ ഓക്കെ അല്ലേ? ഓ അമ്മ. പിന്നെ മോളെ, ഞാൻ നാളെ ബാങ്കിൽ പോകും. ഈ സ്വർണ്ണം ഒന്നും വീട്ടിൽ വെക്കണത് സേഫ് അല്ല. അതുകൊണ്ട് മോളുടെ സ്വർണ്ണം അമ്മയെടുത്ത് തന്നാലേ ഞാൻ എൻ്റെ ലാക്കറിൽ കൊണ്ട് വച്ചേക്കാം. അയ്യോ അതൊന്നും വേണ്ട അമ്മ, എനിക്ക് ബാങ്കിൽ ലോക്കർ ഫെസിലിറ്റി ഒക്കെ ഉണ്ട്, ഞാൻ നാളെ കൊണ്ട് വെച്ചോളാം. അല്ല മോളെ, കല്യാണം കഴിഞ്ഞാൽ മരുമക്കളുടെ സ്വർണ്ണം അമ്മായി അമ്മയെ ഏൽപ്പിക്കും. അതാണ് ഇവിടുത്തെ രീതി. സംശയം ഉണ്ടെങ്കിൽ അവിടുത്തെ ചോദിച്ചു നോക്ക്. അയ്യേ, അപ്പൊ ചേച്ചിയുടെ സ്വർണ്ണമൊക്കെ അമ്മയുടെ ലോക്കറിലാണോ? ചേച്ചിക്ക് ലോക്കറില്ലേ? അമ്മ, മരുമക്കളുടെ സ്വർണ്ണമൊന്നും ഇങ്ങനെ വാങ്ങിച്ചു വെച്ചുകൂടാ. അമ്മയ്ക്ക് അറിഞ്ഞുകൂടെ ഈ സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും ഒക്കെ ഭയങ്കര തെറ്റാ. ആരെങ്കിലും കേസ് കൊടുത്താൽ അമ്മയ്ക്ക് വലിയ പ്രശ്നമാവും. എന്തായാലും ചേച്ചിയുടെ സ്വർണ്ണം ഇപ്പോൾ ചേച്ചിയുടെ കയ്യിലില്ലേ? ഞാൻ നാളെ ബാങ്കിൽ പോകുമ്പോൾ ചേച്ചിയും കൂടെ വാ, നമുക്കൊരു ലോക്കറിന് അപ്ലൈ ചെയ്യാം. അതാകുമ്പോൾ ചേച്ചിയുടെ ആവശ്യങ്ങൾക്ക് ചേച്ചിക്ക് തന്നെ എടുക്കാമല്ലോ. അമ്മയെ വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടല്ലോ, അല്ലേ അമ്മ? ആഹാ, എൻ്റെ ഭാര്യ പണി തുടങ്ങി. ഇത് ഈ ലിസ്റ്റിലുള്ള സാധനമെല്ലാം വാങ്ങിച്ചിട്ട് വാ. ശ്രേയ എവിടെ? അവള് മുകളിലുണ്ട്. എന്നാ നീ അവളെയും കൂടെ വിളിച്ചോണ്ട് പോ, അവളെ ഇതൊക്കെ ഒന്ന് പഠിക്കട്ടെ. സാറേ ഇങ്ങോട്ട് വേണം. എന്ത് വേണം സാറേ? ഇഞ്ചി ഇഞ്ചി ഉണ്ടല്ലേ? എത്ര വേണം? 2 കിലോ എടുത്തോ. 2 കിലോ? എന്തല്ലേ സാർ? ഇതൊരു പൂവില്ല. നിങ്ങളടുത്ത് സാധനം വാങ്ങിക്കാൻ പോകാൻ പറഞ്ഞിട്ട് ഇവിടെ ഒന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന. അമ്മ അത് സാധനം വന്നിട്ടുണ്ട്. താങ്ക് യു. നിങ്ങൾ രണ്ടുപേരും ഇരുന്നിട്ട് വേറെ ആളെ വെച്ച് സാധനം വാങ്ങിച്ചാ? അമ്മ, ഈ പൊരി വെയിലത്ത് മാർക്കറ്റിൽ പോയി സാധനം വാങ്ങാനാ? വേറെ പണിയില്ല. ഞാനേ സിറി ഡെയിലി ആപ്പിൽ ഓർഡർ ചെയ്തു. ആപ്പാ? അപ്പോൾ ഈ ഡെലിവറി ചെയ്ത പൈസ എല്ലാം ആര് കൊടുക്കും? അമ്മ, ഈ 200 രൂപയ്ക്ക് കൂടുതലുള്ള എല്ലാ പർച്ചേസിനും ഡെലിവറി ഫ്രീയാ. പിന്നെ പാല്, മുട്ട, കട്ട് വെജിറ്റബിൾസ്, അങ്ങനെ വീട്ടിന് വേണ്ട എല്ലാ സാധനങ്ങളും അവർ വീട്ടിൽ തന്നെ ഡെലിവറി ചെയ്ത് തരും. ഇനിയിപ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എനിക്ക് ലിസ്റ്റ് തന്നാൽ മതി. ഈ സിറ്റുവേഷനിൽ ചിരിയല്ലല്ലോ. ചിലപ്പോൾ ആഡ് ആയോണ്ടായിരിക്കും. അമ്മ, എനിക്ക് കുറച്ച് സാധനം വാങ്ങിക്കാനുണ്ടായിരുന്നു. ഒരു 2000 രൂപ തരുമോ? 2000 രൂപയെ? കഴിഞ്ഞ ആഴ്ചയിൽ നിനക്ക് 1000 രൂപ തന്നത്. അത്രയും ചിലവാക്കിയാ? ചുമ്മാ വീട്ടിൽ നിൽക്കണം, നിനക്കെന്തിന് ഇത്രയും ചിലവ്? അമ്മ, ഇത് കുറച്ച് അത്യാവശ്യമായോണ്ടാ. ദേ, നോക്കിയും കണ്ടൊക്കെ ചെലവാക്കണം. അവൻ ദുബായി കിടന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ കാശ. അമ്മ, അല്ല, നീ ഒരുങ്ങിക്കിട്ട് എവിടെ പോണു? കല്യാണം പ്രമാണിച്ചുള്ള ലീവൊക്കെ കഴിഞ്ഞു. ഇന്ന് ഓഫീസിൽ ജോയിൻ ചെയ്യണം. ഓഫീസിലാ? എടാ, ഇവക്ക് ജോലിയുണ്ടാ? നീ അല്ലേ പറഞ്ഞേ അവക്ക് ജോലിക്ക് പോണ ഇഷ്ടമല്ല, ഹൗസ് വൈഫ് ആകാനാണ് ഇഷ്ടമെന്ന്? ദേ,
ഇതൊന്നും ഇവിടെ നടക്കൂല. ഇവിടുത്തെ പെണ്ണുങ്ങൾ ആരും ജോലിക്ക് പോകാറില്ല, ഇനി അങ്ങോട്ട് പോകത്തുമില്ല. എല്ലാവരും ഞാൻ എന്നെ പറ്റിക്കുകയാണോ? എന്തായാലും ചേച്ചിയുടെ ATM കാർഡ് കയ്യിൽ കിട്ടിയില്ലേ, ഇനി ഇത് തിരിച്ചു കൊടുക്കണ്ട. ഇനിയൊരു ജോലി അതും കൂടെ സെറ്റായി കഴിഞ്ഞാൽ അമ്മയുടെ ഭരണമൊക്കെ താനെ നിന്നോളും. അല്ല, നീ എവിടെ പോണു? അമ്മ, ഞാനൊന്ന് ജോയിനിങ് ഡേറ്റിന് അല്പം എക്സ്റ്റൻഷൻ മേടിച്ചായിരുന്നു. അതുകൊണ്ട് ഓഫീസിൽ നിന്ന് ജോയിൻ ചെയ്യണം. അപ്പൊ രണ്ടുപേരും പോണോ? ഞാൻ സമ്മതിക്കൂല. അമ്മ ഇങ്ങനെ ടെൻഷൻ ആവാതെ സമാധാനപ്പെടും. ഇവർ രണ്ടുപേരും ഇവിടെ ജോലിക്ക് പോകുന്നൊന്നുമല്ല അമ്മയുടെ പ്രശ്നം എന്നുള്ളത് എനിക്കറിയാം. ഇവരും കൂടെ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ പണി മുഴുവൻ അമ്മയ്ക്ക് ഒറ്റയ്ക്ക് എടുക്കേണ്ടി വരും. അതല്ലേ സത്യം? അമ്മ, കഴിഞ്ഞ 10-30 വർഷമായിട്ട് ഈ വീടിനകത്ത് ഇരുന്ന് അമ്മ കഷ്ടപ്പെടുന്ന ഞാൻ കാണുന്നുണ്ട്. ഒരിക്കൽ പോലും ഞങ്ങളാരും അമ്മയെ സഹായിക്കാനും വന്നിട്ടില്ല. എന്തായാലും ഇനി ആ അവസ്ഥ ഉണ്ടാവില്ല. ഇപ്പം ഞങ്ങൾ 3 പേരില്ലേ, അമ്മ ധൈര്യമായിട്ട് റെസ്റ്റ് എടുത്തോ. ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഹാൻഡിൽ ചെയ്തോളാം. അവന് നിനക്ക് വല്ലതും അറിയൂ? കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ കാര്യം. എൻ്റെ അമ്മ അവരുടെ ഭരണം ബോർഡ് മാറ്റി മരുമക്കളെ രണ്ടുപേരും അവരെ വഴിക്ക് വിട്ടപ്പോൾ അവരും ഹാപ്പി, എൻ്റെ അമ്മയും ഹാപ്പി. ഒരു മിനിറ്റ്. അമ്മ, ഒന്ന് ടേസ്റ്റ് ചെയ്തോ. ആര്യ, ബാക്കി ഓടാം. എൻ്റെ അമ്മായിയമ്മ ഇപ്പോൾ ഭയങ്കര പാവമാണ്. ഇതുപോലെ നിങ്ങൾ അമ്മായിയമ്മയെ കയ്യിലെടുക്കാൻ നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അറിയാലോ, ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും ഒന്ന് ഫോളോ ചെയ്തേക്കണേ. അപ്പോൾ താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടലയാണ് മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ. ഇതേ നൽകുന്ന Ziri Daily. Daily essentials delivered by 7 a.m.